നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th NCERT സഞ്ജയൻ എന്ന ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററായ കല്ലു കുമാർ കി ഉനാക്കോട്ടിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് കെ വിക്രം സിംഹാണ്. അദ്ദേഹം ത്രിപുരയിലേക്കുള്ള ഒരു യാത്രാ വിവരണം, ത്രിപുരയിലേക്ക് പോയ ഒരു യാത്രാ വിവരണത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കല്ലു കുമാർ എന്ന് പറഞ്ഞാൽ പുരാണ കഥയിലെ ഒരു ക്യാരക്ടറാണ് കല്ലു കുമാർ. ഉനാക്കോട്ടി എന്ന് പറഞ്ഞാൽ ത്രിപുരയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഉനാക്കോട്ടി. വളരെയധികം പർവ്വതങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഉനാക്കോട്ടി. ഇനി നമുക്ക് നോക്കാം. ധ്വനി में यह अद्भुत गुण है कि एक क्षण में ही वो आपको किसी दूसरे समय സന്ദർഭ में पहुंचा सकती है. ധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട്, ശബ്ദം. ശബ്ദത്തിന് അദ്ദേഹം പറയാണ്, ശബ്ദത്തിന് ഒരു അത്ഭുത ഗുണമുണ്ട്. കി ഏക് ക്ഷൺ മേ, ഒരു ക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട്, വ ആപ്കോ, അത് നിങ്ങളെ, അതെന്ന് പറയുന്ന ഉദ്ദേശിച്ച് ശബ്ദം നിങ്ങളെ അല്ലെങ്കിൽ താങ്കളെ, കിസി ദൂസരെ സമയം, മറ്റേതെങ്കിലും സമയത്തിലോ അല്ലെങ്കിൽ സന്ദർഭത്തിലോ പഹുഞ്ച ശക്തി എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഇപ്പോൾ നല്ല മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഏതെങ്കിലും അതിനെ സംബന്ധിച്ചിട്ടുള്ള പഴയ മെമ്മറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വളരെ അധികം ഒരു നല്ല മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഞാൻ പണ്ടിങ്ങനെ ആ പാട്ട്, ആ സമയത്ത് കേട്ട പാട്ടായിരുന്നല്ലോ ഇതെന്ന് നമ്മളെ ആ മ്യൂസിക് നമ്മളെ വേറൊരു ചിന്തയിലേക്ക്, വേറെ കഴിഞ്ഞ കാലത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പം നമ്മളതുപോലെ തന്നെ അതാണ് ഇവിടെ ലേഖനം പറയുന്നത്. കാര്യം ഓരോരോ സന്ദർഭങ്ങളിലേക്ക് ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സൗണ്ട്, വളരെയധികം ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളെന്താണ്, അത് മനസ്സിന് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും. പക്ഷേ അപ്പോൾ ശബ്ദം പലതരത്തിലുള്ളൊരു മൂഡിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. मैं उनमें से नहीं हूँ जो सुबह 4 बजे उठते हैं, 5 बजे तक तैयार हो लेते हैं और फिर लोधी गार्डन पहुंचकर मकबरों और मेम साहबों की सोहबत में लंबी सैर पर निकल जाते हैं. അപ്പോൾ ലേഖൻ പറയണം, मैं उनमें से नहीं हूँ, ഞാൻ എന്താണ് അവരെ പോലെ അല്ല, जो सुबह 4 बजे उठते हैं, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരെ പോലെയല്ല ഞാനെന്നാണ് ആര് പറയുന്നത്? റൈറ്റർ പറയുന്നത്. 5 ബജെ തക് തയ്യാർ ഹോ ലേത്തെ ഹെ, അതായത് 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് റെഡിയായിട്ട് അവർ ഫിർ ലോധി ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു പാർക്കിൻ്റെ പേരാണ്. ആ ലോധി ഗാർഡനിലേക്ക് പഹുഞ്ച് എത്തിയിട്ട് മക്ബരും ഓർ മേഘ സാഹബോം കി സൊഹബത്ത്, മക്ബരും മേം സാഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിച്ച് ലേഡീസ്. ആ റിച്ച് ലേഡീസ് നടക്കാൻ പോകുന്ന, സൊഹബത്ത് എന്ന് പറഞ്ഞാൽ കേസാത്തെന്നാണ്, കൂടെ. റിച്ച് ലേഡീസിൻ്റെ കൂടെ എവിടെ? ലോധി ഗാർഡനിൽ ലംബി സൈർ പർ നിക്കൽ ജാത്തേ ഹേ എന്ന്. ലംബി അതായത് വളരെ ഒരു ദൂരത്തേക്ക്, ഒരു ലോങ് വാക്കിന് പോകുന്ന വ്യക്തികളെ പോലെയല്ല ഞാനെന്നാണ് പറയുന്നത്. അതായത് ചില ആൾക്കാർ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് റെഡിയായി ഈ ലോധി ഗാർഡനിൽ മേം സാഹിബിൻ്റെ കൂടെ വളരെ ലോങ് വാക്ക് പോകുന്ന അങ്ങനെയുള്ളൊരു ശീലമൊന്നും എനിക്കില്ല എന്നാണ് ആര് പറയുന്നത്? റൈറ്റർ പറയുന്നത്. मैं आमतौर पर सूर्योदय के साथ उठता हूँ. എന്താണ് അദ്ദേഹം എപ്പോഴും, ആംതോർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എപ്പോഴാണ്? ഞാൻ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പനി ചായ് ഖുദ് ബനാത്താഹും. എന്താണ്? ചായ ഞാൻ സ്വയം ഉണ്ടാക്കും. ഖുദ് ബനാന എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടാക്കുക. और फिर चाय और अखबार लेकर लंबी अलसाई सुबह का आनंद लेता हूँ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ചായയോടൊപ്പം തന്നെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറും കൂടി കയ്യിലെടുത്തുകൊണ്ട് ലംബി അലസായി സുബഹ, വളരെ ലംബി അലസായി എന്ന് പറഞ്ഞാൽ എന്താ? ലേസി മോർണിംഗ്, വളരെ അലസനായിട്ടിരുന്ന് അതും വായിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോകുന്ന ശീലമൊന്നും എനിക്കില്ല. ഞാൻ സൂര്യോദയം ആകുമ്പോൾ എഴുന്നേക്കും, ചായ സ്വയം ഉണ്ടാക്കും, ചായയോടൊപ്പം തന്നെ ആ ന്യൂസ് പേപ്പറും പിടിച്ച് ഒരു മടിയനായ രീതിയിലാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്.
അങ്ങനെയുള്ള സുബഹ്ഖാന അങ്ങനെയാണ് അദ്ദേഹം ആ മോർണിംഗ് എൻജോയ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അക്സർ അഖ്ബാർ കി ഖബറോം പർ മേരാ കൊയ് ധ്യാൻ നഹി രഹത്ത. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് പേപ്പർ അക്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും അഖ്ബാർ ന്യൂസ് പേപ്പറിൻ്റെ ഖബറോ എന്ന് പറഞ്ഞാൽ എന്താണ് വാർത്തകൾ. ആ ന്യൂസ് പേപ്പറിൽ വരുന്ന ആ വാർത്തകളൊന്നും വായിക്കാനായിട്ട് ശ്രദ്ധയൊന്നും എനിക്ക് ഉണ്ടാകാറില്ല. ഞാൻ ആ ന്യൂസ് പേപ്പറും കൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കുകയുള്ളൂ. അല്ലാണ്ട് അതിങ്ങനെ അരിച്ചു പറക്കി വായിക്കുന്ന ശീലമൊന്നും എനിക്ക് ഇല്ല. യോ തോ സിർഫ് ദിമാഗ് കോ खड़ी पतंग की तरह യോं ഹി ഹവാ മേ തൈർനെ ദേനെ കാ ഏക് ബഹാന ഹെ. അദ്ദേഹം ആ ന്യൂസ് പേപ്പർ വായിക്കുന്നതിനെ എന്തിനായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? കേവലം സിർഫ് ദിമാഗ് കോ, അതായത് ആ മെമ്മറി, തൻ്റെ ബുദ്ധിയെ എന്താണ് ബ്രെയിനെ പൊട്ടിയ പട്ടം എങ്ങനെയാണ് കാറ്റിൽ പറന്ന് നടക്കുന്നത്, പൊട്ടിയ പട്ടം കാറ്റിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ ആണ് അദ്ദേഹത്തിൻ്റെ ആ ന്യൂസ് പേപ്പർ വായന എന്ന കാര്യം. പൊട്ടിയ പട്ടം അതിന് ലക്ഷ്യമില്ലാണ്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം ആ ന്യൂസ് പേപ്പറും വായിക്കുന്നത്. വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. പൊട്ടിയ പട്ടം എങ്ങനെയാണോ ആകാശത്ത് പറന്ന് നടക്കുന്നത് അതുപോലെയായിരിക്കും അദ്ദേഹം ആ ന്യൂസ് പേപ്പർ വായിക്കുന്നതെന്നാണ് പറയുന്നത്. दरअसल इसे कड़ी पतंग योग भी कहा जा सकता है. പൊട്ടിയ എന്താണ് പേപ്പർ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം മനസ്സ് ദറാസൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റുപോയ പട്ടത്തിൻ്റെ പ്രാധാന്യം മാത്രമേ ആ ന്യൂസ് പേപ്പറിന് അദ്ദേഹം കൊടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും ദറാസൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, അതായത് അദ്ദേഹം ശരിക്കും എന്താണ് കടി പതങ്ക്, ആ പൊട്ടിയ പട്ടത്തിന് കാറ്റത്ത് പറന്ന് നടക്കാൻ, അതങ്ങനെ പറന്ന് നടക്കുന്ന ആ പട്ടത്തിൻ്റെ അത്രയും പ്രാധാന്യമേ അദ്ദേഹം ആ ന്യൂസ് പേപ്പറിലെ വാർത്തകൾക്ക് കൊടുക്കാറുള്ളൂ. इसे मैं अपने लिए काफ़ी ऊर्जदायी पाता हूँ और मेरा दृढ़ विश्वास है कि संभवतः इसमें मुझे एक और दिन के लिए दुनिया का सामना करने में मदद मिलती है. പിന്നെ എന്താ അദ്ദേഹം പറയുന്നത്? ഇസ്മേ മേ അപ്നേലിയെ കാഫി, ഇതിലാണ് അദ്ദേഹം ഊർജ്ജദായി എന്ന് പറഞ്ഞാൽ എനർജറ്റിക്. ഞാനതിനെ വളരെ എനർജറ്റിക് ആയിട്ടാണ് കാണുന്നത്. അതായത് ഇങ്ങനെ വായിക്കുന്നത്, പേപ്പർ വായിക്കുന്നത്, എനിക്കിങ്ങനെ ഇരിക്കുന്നത് അത് വളരെ എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിനി ഒരു ദിവസം കൂടി ഈ ലോകത്തിനെ നേരിടാനുള്ള കരുത്ത് എങ്ങനെ കിട്ടും? ഈ പേപ്പർ വായനയിൽ കിട്ടും. അത് എൻ്റെ ഒരു ദൃഢവിശ്വാസമാണ് എന്നാണ് പറയുന്നത്. തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കുക. ചിലതിനെ തിരിച്ചറിയാൻ എനിക്ക് പറ്റില്ല. അപ്പം അതാണ് അദ്ദേഹം പറയുന്നത്. एक ऐसी दुनिया का सामना करने में जिसका कोई सिर पैर എന്ന് പറഞ്ഞാൽ സിർ എന്ന് പറഞ്ഞാൽ തല, പയർ എന്ന് പറഞ്ഞാൽ കാല്, തലയും വാലും തിരിച്ചറിയുക. സമച്ച് പാനേമേ മേ അബ് ഖുദ്കോ അസമർത്ത് പാത്താഹോ. അദ്ദേഹം പറയണതാണ് തലയും വാലയും തിരിച്ചറിയുമെന്ന് പറയുന്നതാണ് തെറ്റേതാണ് ശരിയായതാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോഴും അദ്ദേഹം അസമർത്ഥനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേപ്പർ വായനയിലൂടെ അദ്ദേഹം എന്താ പറയുന്നത്? ഏക് ഏസി ദുനിയാക്ക സാമനെ കർണേമേ, ഈ സമൂഹം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനായിട്ട്, നല്ലതും ചീത്തതയും എങ്ങനെയാണെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ ഇപ്പോഴും അസമർത്ഥനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബി ഹാൽ മേ മേരി ഈ ശാന്തിപൂർണ്ണ ദിനചര്യ മേ ഏക് ദിൻ ഗല്ല് പട് ഗയ. ഗല്ലെന്ന് പറഞ്ഞാൽ തടസ്സം വരുക എന്നാണ് അർത്ഥം. തടസ്സം, രുക്കാവട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് അബി ഹാൽമേ. ഹാൽമേ എന്ന് പറഞ്ഞാൽ റീസൺലി, അബി ഹാൽമേ എന്ന് പറഞ്ഞാൽ റീസൺലി മേരി ശാന്തിപൂർണ്ണ ദിനചര്യ, എൻ്റെ ഈ ശാന്തിപൂർണമായ ഈ ദിനചര്യ, ഈ ദിനചര്യയിൽ ഏക് ദിന ഒരു ദിവസം ഗല്ല് പട് ഗയ, അതായത് തടസ്സം വന്നു. മേ ജഗ അതായത് ഞാൻ എഴുന്നേറ്റു. ഏക് ഏസി കാൻഫാട്ടു ആവാസ്നെ, കാൻഫാട്ടു എന്ന് പറഞ്ഞാൽ ചെവി പൊട്ടിപ്പോ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നത് പോലെ അത്രയും വലിയ സൗണ്ട് കേട്ടിട്ട്, ആവാസേ ജോ തോപ്പ് ദഗനെ അവർ ബം ഫടനെ ജയ്സീതി. അതായത് എന്താണ്, ശക്തമായ ഒരു ശബ്ദം കേട്ട്, അതെങ്ങനെയാണ് വെടി പൊട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ തോപ്പെന്ന് പറഞ്ഞാൽ
ബം. അപ്പോൾ വെടി പൊട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടുന്നത് പോലെയുള്ള സൗണ്ടായിരുന്നു ഒന്ന്. ഗോയ ജോർജ് डल्लू बुश और सदाम हुसैन की मेहरबानी से तीसरे विश्व युद्ध की शुरुआत हो चुकी हो. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ജോർജ് ബുഷിൻ്റെയും സദാം ഹുസൈൻ്റെയും മെഹർബാനി എന്ന് പറഞ്ഞാൽ ദയ കൊണ്ട് തേർഡ് വേൾഡ് വാർ തുടങ്ങിയതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയെന്ന്. അവരാണല്ലോ വേൾഡ് വാറൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അവരുടെയൊക്കെ ആ ദയ കൊണ്ട് മൂന്നാമത്തെ ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അതേപോലത്തെ ഒരു വലിയ സൗണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വയുദ്ധം എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ, ശുരുവാത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയതായിട്ട് തോന്നി. ഖുദാക്ക ശുക്ർ ഹേ കി ഏസി കോയി ബാത് നഹീ ദി. ഖുദാക്ക ശുക്ർ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവകൃപ കൊണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. दरअसल यह तो महज स्वर्ग में चल रहा देवताओं का कोई खेल था. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ദരാസൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നാണ് സത്യത്തിൽ മെഹജ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ, വെറും സ്വർഗത്തിൽ നടക്കുന്ന ദേവതകളുടെ കളിയായിരുന്നു. അതായത് അദ്ദേഹം എന്താ പറയുക, സ്വർഗത്തിൽ നടക്കുന്ന ദേവതകളുടെ കളി എന്ന് പറയുന്നത് ഇടിവെട്ടും മഴയും വരുന്നതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ജിസ്കി ചലക് ബിജ്ലിയോं की चमक और बादलों की गरज के रूप में देखने को मिल रही थी. സ്വർഗത്തിൽ നടക്കുന്ന ദേവതകളുടെ കളി എന്ന് പറയുന്നത് അദ്ദേഹം മഴയെ, അതായത് ഇടിവെട്ടും മഴയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ചലക്ക് എന്ന് പറഞ്ഞാൽ കാഴ്ച, ബിജലി എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ്, ചമക്ക് അതിൻ്റെ തിളക്കം, ബാദലോങ്കി ഗർജോങ്കി രൂപമേ. അപ്പോൾ എങ്ങനെയാണ് ഇടിവെട്ടും മഴയും എങ്ങനെയാണ് വന്നത്? നല്ല തിളങ്ങുന്ന ലൈറ്റനിങ്, അങ്ങനെയുള്ള ബാദൽ എന്ന് പറഞ്ഞാൽ തണ്ടർ, ഇടിവെട്ട്. ആ ഇടിവെട്ടിൻ്റെ ശബ്ദത്തിൽ ദേഖ്നേക്കോ മിൽരഹീരിന്ന്, അതായത് ദേവതകളുടെ കളിയായിട്ടാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്, ഈ ഇടിമിന്നലും ഇടിവെട്ടൊക്കെ. മേനെ കിടക്കിക്ക് ബാഹർ ചാങ്ക. അദ്ദേഹം എന്ത് ചെയ്തു? ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ചാങ്ക എന്ന് പറഞ്ഞാൽ നോക്കുക. ആകാശ് ബാദലോം സെ ബരാത. ആകാശം മുഴുവൻ എങ്ങനെയാണ്? കാർമേഘങ്ങളായിട്ട് നിറഞ്ഞിരുന്നു, മേഘങ്ങളായിട്ട് നിറഞ്ഞിരുന്നു. ജോ സേനാപതിയോ ദ്വാരാ ത്യാഗ് ദിയേ ഗയേ സൈനികോं की तरह आतंक में एक दूसरे से टकरा रहे थे. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ജോ സേനാപതിയോ ദ്വാരാ ത്യാഗ് ദിയേ ഗയേ, അതായത് സേനാപതികളെ വിട്ടുകളഞ്ഞ സൈനികരെ പോലെ. ആതങ്കം എന്ന് പറഞ്ഞാൽ ടെററിസം എന്ന് പറയും, തീവ്രവാദം, പരസ്പരം ആക്രമിക്കുക. അപ്പോൾ സേനാപതിയോं द्वारा त्याग दिए गए सैनिकों की तरह आतंक में एक दूसरे से टकरा रहे थे എന്ന്. മേഘങ്ങൾ തമ്മിൽ ക്ലാഷ് ചെയ്യുന്നതിനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. विक्षिप्तों की तरह आकाश को भेद देने वाली तंडिद के अलावा जाड़े की अलसुबह का ठंडा बुरा आकाश पीदा. अलसुबह എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്, തണ്ടിതെന്ന് പറഞ്ഞാൽ എന്താണ്? ബിജിലി, വെളിച്ചം, ഇടിമിന്നലിനെയാണ് തണ്ടിതെന്ന് പറഞ്ഞത്. വിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാന്ത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? എങ്ങനെയായിരുന്നു? വിക്ഷിപ്തോങ്കി തര ആകാശ് അതായത് പ്രാന്തനെ പോലെ ആകാശ് ഭേദ് ദേനേവാലി, ആകാശത്തെ പൊട്ടി ഇങ്ങനെ പിളർക്കുന്ന രീതിയിൽ, ആകാശത്തിനെ ഭേദിക്കുന്ന മിന്നലിനെ കൂടാതെ ആകാശ് ബാദലോം പരാ विक्षिप्तों की तरह आकाश को भेद देने वाली ठंडित के अलावा जाड़े की अलसुबह का ठंडा बुरा आकाश पीदाന്ന്. പ്രാന്തനെ പോലെ ഏർലി മോർണിംഗിൽ ഭേദം എന്ന് പറഞ്ഞാൽ ആകാശത്തിനെ എന്താണ്? ഭ്രാന്തനെ പോലെ ആകാശത്തെ അത്രം ആകാശം വരെയും പിളർന്നു പോകുന്ന അത്രം. ജാഡ എന്ന് പറഞ്ഞാൽ വിൻ്ററാണ്, തണുപ്പ്. ആ ഭേദിക്കുന്ന
ആകാശത്തിനെ പൊട്ടിപ്പിളർക്കുന്ന പോലത്തെ ഇടിമിന്നലും അതുപോലെ തന്നെ അത്ര നല്ല തണുപ്പും. ഏർലി മോർണിംഗിലാണ്, അപ്പോൾ അത്ര നല്ല തണുപ്പും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. जो प्रकृति के तांडव को एक पृष्ठभूमि मुहैया करा रहा था. അത് അപ്പോൾ ഇങ്ങനെയുള്ള ബുര എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറിനെയാണ് ബുര എന്ന് പറയുന്നത്. ആകാശം ഒരു ഈ താണ്ഡവമൊക്കെ കൊണ്ട് ആകാശം എന്താണ് ഒരു ആകാശത്തിൻ്റെ ഈ താണ്ഡവത്തിന് പ്രകൃതി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പൃഷ്ഠഭൂമി മുഹയ്യ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുക. इस तांडव के गर्जन तर्जन ने मुझे 3 साल पहले त्रिपुरा में उनाकोडी की एक शाम में पहुंच दिया. അപ്പോൾ ഈ താണ്ഡവങ്ങൾ, ഈ ആകാശത്ത് നടക്കുന്ന ഈ താണ്ഡവങ്ങളും ഗർജൻ തർജൻ എന്ന് പറഞ്ഞാൽ ഈ ഒച്ച, ഈ ഇടിമിന്നലും ഇടിവെട്ടെല്ലാം മുജെ എന്നെ 3 साल पहले 3 വർഷം മുമ്പ് ത്രിപുരയിൽ ഉനാക്കോടിക്ക് ഏക്ക് ഷാമെ പഹുഞ്ച ദിയ. ഉനാക്കോടിയിലുള്ള ഒരു വൈകുന്നേരത്തിൽ, ആ വൈകുന്നേരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, സൗണ്ട് നമ്മളെ പല മെമ്മറിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഈ ആകാശത്ത് നടക്കുന്ന ഈ താണ്ഡവങ്ങൾ അദ്ദേഹത്തെ 3 കൊല്ലം മുമ്പ് ത്രിപുരയിലെ ഉനാക്കോടിയിലെ ഒരു വൈകുന്നേരത്തിലേക്ക് കൊണ്ടെത്തിച്ചു, അദ്ദേഹത്തിൻ്റെ ഓർമ്മ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. दिसंबर 1999 में ऑन द रोड शीर्षक से 3 घंटों वाली एक टीवी श्रृंखला बनाने के सिलसिले में मैं त्रिपुरा की राजधानी अगरतला गया था. दिसंबर 1999 ऑन द रोड शीर्षक से 3 घंटों वाली. ഓൺ ദ റോഡ് ശീർഷക് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ. 3 ഘണ്ടം എന്ന് പറഞ്ഞാൽ 3 സെഗ്മെൻ്റ് ആയിട്ടുള്ള ഈ TV സീരിയൽ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ശൃംഖല. ചെയിൻ എന്നാണ് ശൃംഖല എന്ന് പറയുന്നത്. അപ്പം സീരിയലെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണല്ലോ. അപ്പോൾ ആ TV സീരിയലിൽ ത്രിപുര കി രാജധാനി, അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ത്രിപുരയിലെ രാജധാനി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, അഗർത്തലയിൽ, അഗർത്തല ഗയാത, രാജധാനിയായ അഗർത്തലയിലേക്ക്, ക്യാപിറ്റലായ അഗർത്തല. അപ്പോൾ ത്രിപുരയിലെ ക്യാപിറ്റലായ അഗർത്തലയിലേക്ക് പോയി. इसके पीछे बुनियादी विचार त्रिपुरा की समूची लंबाई में आर पार जाने वाले राष्ट्रीय राजमार्ग 44 से यात्रा करने और त्रिपुरा की विकास संबंधी गतिविधियों के बारे में जानकारी देने का था. അപ്പോൾ ഇത് കൂടാതെ ബുനിയാദി വിചാർ എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ എന്നാണ് അർത്ഥം, ബുനിയാദി വിചാർ. അപ്പോൾ इसके पीछे बुनियादी विचार त्रिपुरा की समूची लंबाई എന്ന് പറഞ്ഞാൽ എൻഡെയർ, മുഴുവൻ നീളം. സമൂച്ചി ലംബായി എന്ന് പറഞ്ഞാൽ എൻഡെയർ ആയിട്ടുള്ള മുഴുവൻ നീളം. ആർപാർ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് അവിടം വരെയെന്ന്. രാഷ്ട്രീയ രാജമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഹൈവേ NH 44. ത്രിപുരയിലെ ഗതിവിധിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? വികാസങ്ങൾ, ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അതെല്ലാം അറിയാൻ വേണ്ടി കൂടിയായിരുന്നു അദ്ദേഹം വികാസ സംബന്ധി ഗതിവിധിയൊക്കെ, ആ വികാസങ്ങളുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനും കൂടി അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ഈ യാത്രയിൽ നിന്നാണ് പറയുന്നത്. ത്രിപുര ഭാരതിക്ക് സബ്സെ ചോട്ടെ രാജ്യോ മേ സേ ഹെ. ത്രിപുര ഭാരതത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ്. 34% से ज़्यादा की इसकी जनसंख्या वृद्धि दर भी खासी ऊंची है. അപ്പോൾ 34% എന്ന് പറഞ്ഞാൽ 34 കൂടുതലാണ് ഇവിടുത്തെ ജനസംഖ്യ എന്നാണ്, അതിലും കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം
34% से ज़्यादा की इसकी जनसंख्या वृद्धि पर भी घासी ऊंची है എന്ന്. 3 तरफ से यह बांग्लादेश से गिरा हुआ है. 3 വശത്താലും ഇത് ബംഗ്ലാദേശിനോട് ഗിരാ ഹുവാ ഹെ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നാണ് അർത്ഥം. ബംഗ്ലാദേശിനോട് 3 സൈഡും ത്രിപുര ചുറ്റപ്പെട്ട് കിടക്കുന്നു. ബോർഡർ, അതായത് 3 വശവും ഇതിൻ്റെ ബോർഡർ ബംഗ്ലാദേശിനോട് ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. और शेष भारत के साथ इसका दुर्गम जुड़ाव उत्तर पूर्वी सीमा से सड़े मिजोरम और असम के द्वारा बनता है. और शेष भारत के साथ, അതിന് ബാക്കി ഭാഗം എന്താണ്? ഭാരതത്തോട് ചേർന്ന് കിടക്കുന്നു. ഇസ്കാ ദുർഗം ജുഡാവ് എന്ന് പറഞ്ഞാൽ, ജുഡാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റാച്ച്മെൻറ്റ്. ദുർഗം ജുഡാവ്, അതായത് ദുർഘടമായ വഴികളെയാണ് ദുർഗം ജുഡാവ് എന്ന് പറയുന്നത്. ജുഡാവ് എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെടുക എന്ന് പറയാം. ദുർഗം എന്ന് പറഞ്ഞാൽ കഠിനമായ ദുർഘടം പിടിച്ച വഴികൾ. അപ്പോൾ ഇസ്കാ ദുർഗം ജുഡാവ് ഉത്തർ പൂർവി സീമാസെ, നോർത്ത് ഈസ്റ്റ് ബോർഡർ, ഉത്തർ പൂർവി നോർത്ത് ഈസ്റ്റ് ബോർഡർ, സട്ടേ എന്ന് പറഞ്ഞാൽ ചേർന്ന്. ആ നോർത്ത് ഈസ്റ്റ് ബോർഡർ എവിടെയാണ് ചേർന്ന് കിടക്കുന്നത്? മിസോറാം और ആസം के द्वारा बनता है. सोनामुरा, बेलोनिया, सबरूम और कैलाश शहर जैसे त्रिपुरा के ज़्यादातर महत्वपूर्ण शहर बांग्लादेश के साथ इसकी सीमा के करीब है. പിന്നെന്താണ്? सोनामुरा, बेलोनिया, सबरूम और कैलाश शहर जैसे त्रिपुरा के ज़्यादातर महत्वपूर्ण शहर, ഇതെല്ലാം ത്രിപുരയിലെ കൂടുതലായിട്ടും ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്നതാണ്. महत्वपूर्ण शहर बांग्लादेश के साथ इसकी सीमा के करीब है. ഈ ത്രിപുരയിലെ അഗർത്തലയോട് ചേർന്ന് കിടക്കുന്ന, ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് സോനാമുര, ബെലോനിയ, സബ്രു और कैलाश नगर. यहाँ तक कि अगरतला भी सीमा चौकी से महज 2 किलोमीटर पर है. അഗർത്തലയും ബംഗ്ലാദേശിലെ ബോർഡറിൽ നിന്ന് കേവലം 2 കിലോമീറ്റർ ദൂരത്തിലാണ് അഗർത്തലയും കിടക്കുന്നത്. बांग्लादेश से लोगों की अवैध आवक यहाँ ज़बरदस्त है और इसे यहाँ सामाजिक स्वीकृति भी हासिल है. അപ്പോൾ അവൈധ ആവക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് ബംഗ്ലാദേശിൽ നിന്നും നിയമപരമല്ലാതെ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും ബോർഡറായിട്ട് ബംഗ്ലാദേശ് ചേർന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്നും ഇല്ലീഗലായിട്ട് നിയമപരമല്ലാതെ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അവർക്ക് സാമാജിക സ്വീകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് അംഗീകാരവും കിട്ടുന്നുണ്ട്. അതായത് അവരെ ഇങ്ങോട്ട് വരുന്നത് തടയാൻ ആരുമില്ല. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇവിടെ സ്വീകൃതിയും കിട്ടുന്നത്. സ്വീകൃതി ബി ഹാസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ അവർ ജീവിക്കാൻ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ ത്രിപുരയിൽ ജനസംഖ്യ കൂടാനുള്ള മുഖ്യ കാരണം ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ബോർഡറോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇല്ലീഗലായിട്ട് ത്രിപുരയിലേക്ക് വരുന്നത് കൊണ്ടാണ് അവിടുത്തെ ജനസംഖ്യ എത്രയാണ് 34% കൂടുതൽ വരാനുള്ള ഒരു മെയിൻ റീസൺ. यहाँ की असाधारण जनसंख्या वृद्धि का मुख्य कारण यही है. असम और पश्चिम बंगाल से भी लोगों का प्रवास यहाँ होता ही है. അതുകൂടാണ്ട് ആസാമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ലോകം കാ പ്രവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ വരവ്. പശ്ചിമ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. कुल मिलाकर बाहरी लोगों की भारी आवक ने जनसंख्या संतुलन को स्थानीय आदिवासियों के खिलाफ लागड़ा किया है. അപ്പോൾ കുൽമിലാക്കർ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ടോട്ടലി പുറത്തു നിന്നുള്ള ഈ വരവ് പോപ്പുലേഷൻ ബാലൻസിനെ അവിടുത്തെ ലോക്കൽ ആദിവാസികൾക്ക് എതിരായി മാറി. അതായത് അവർക്ക് ബുദ്ധിമുട്ടായി മാറിയെന്ന്. കാര്യം
ജനസംഖ്യ വർധന അനുസരിച്ച് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി മാറണം, ജനങ്ങൾക്ക് ജീവിക്കാനുള്ളത് അവിടെ ഉണ്ടാകണം. അപ്പോൾ ഇത്തരം ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെയുള്ള ലോക്കൽ ആദിവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടായി മാറി. അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറി എന്നാണ് പറയുന്നത്. यह त्रिपुरा में आदिवासी असंतोष की മുഖ്യ വജഹ്. അപ്പോൾ ത്രിപുരയിലെ ആദിവാസികളുടെ സന്തോഷമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു മുഖ്യ പ്രോബ്ലമായിട്ട് എന്താണ്, ഈ ഒരു കാരണമായിട്ടാണ് ആദിവാസികൾ പറയുന്നത്. പുറത്തു നിന്നുള്ള ആളുകളുടെ വരവ് കൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് അവിടുത്തെ ലോക്കൽ ആദിവാസികൾ പറയുന്നത്. पहले 3 दिनों में मैंने अगरतला और उसके इर्द गिर्द ഷൂട്ടിംഗ് की. അപ്പോൾ ആദ്യത്തെ 3 ദിനമേ 3 ദിവസങ്ങളിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ലേഖകൻ അഗർത്തലയിലും അതുപോലെ തന്നെ ഉസ്കെ ഇർദ് ഗിർദ് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലും ഷൂട്ട് ചെയ്തു. जो कभी मंदिरों और महलों के शहर के रूप में जाना जाता था. അപ്പോൾ ആ സ്ഥലങ്ങൾ എപ്പോഴും അറിയപ്പെട്ടിരുന്നത് മന്ദിരങ്ങൾ, ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും ഒരു സിറ്റി ആയിട്ടാണ് അവിടെ അഗർത്തല അറിഞ്ഞിരുന്നത്. उज्जयंत महल अगरतला का मुख्य महल है, जिसमें अब वहाँ की राज्य വിധാനസഭ ബൈഠത്തി ഹെ. രാജ്യ വിധാനസഭ എന്ന് പറഞ്ഞാൽ മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, രാജ്യ വിധാനസഭ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അസംബ്ലി. ഇപ്പോൾ അവിടെ എന്താണ്, സ്റ്റേറ്റ് അസംബ്ലിയാണ് ഭരിക്കുന്നത്, രാജ്യ വിധാനസഭ. രാജാവോं से आम जनता को हुई सत्ता हस्तांतरण को यह महल अब नाटकीय रूप में പ്രതീകിത് करता है. ഹസ്താന്തരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് അധികാരം കൈമാറുന്നതിനെയാണ് ഹസ്താന്തരം എന്ന് പറയുന്നത്. സത്ത എന്ന് പറഞ്ഞാൽ അധികാരം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, രാജാവോം സെ ആം ജനതക്കോ ഹുയി സത്ത. രാജാവിൻ്റെ കയ്യിൽ നിന്നും സാധാരണ ജനങ്ങളിലേക്ക് ഹസ്താന്തരൻ അധികാരം കൈമാറി വന്നു. അതായത് രാജാക്കന്മാരിൽ നിന്നും പിന്നെ ഓരോ രാജാവിൽ നിന്നും രാജാവ് അവിടെ പരമ്പരാഗതമായിട്ടുള്ള രാജാക്കന്മാർ കഴിഞ്ഞു. പിന്നീട് അവിടെ എന്ത് വന്നു, സാധാരണ ജനങ്ങളിലേക്ക് അധികാരം കൈവന്നു. യവ് മഹൽ അബ് നാടകീയ രൂപമേ പ്രതിഗീത് കർത്താഹെ. പ്രതിഗീത് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകടമാക്കുക, എക്സ്പോസ്. इसे भारत के सबसे सफल शासक वंशों से एक लगातार 183 क्रमिक राजाओं वाले त्रिपुरा के माणिक्य वंश का दुखद अंत ही कहेंगे. അപ്പോൾ ഈ അധികാര കൈമാറ്റം ഭാരതത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ഏറ്റവും ശക്തമായ വംശത്തിലൊന്ന് 183 ക്രമമായി രാജാക്കന്മാർ, മാണിക്യ വംശത്തിലെ രാജാക്കന്മാരെന്നാണ് പറയപ്പെടുന്നത്. ഒരു രാജാവിൽ നിന്നും മറ്റൊരു രാജാവിന് അധികാരം കൈമാറി അങ്ങനെ 183 ക്രമിക് രാജാവും വാലെ 183 രാജാക്കന്മാർ ഭരിച്ചതിന് ശേഷം അതിന് ആ വംശത്തെ എന്താ പറയുന്നത്, മാണിക്യ വംശ്. പിന്നെന്താണ് ലാസ്റ്റ്, അത് എൻ്റെ ദുഃഖത് അന്തിഹി കഹ എന്ന് പറഞ്ഞാൽ മാണിക്യ വംശത്തിലെ രാജാക്കന്മാരെല്ലാം ഭരിച്ച് ലാസ്റ്റ് അത് അവസാനം രാജാക്കന്മാരൊക്കെ മരിച്ചു. അങ്ങനെ പിന്നെ എന്ത് വന്നു, ജനങ്ങളിലേക്ക് അധികാരം കൈവന്നു. त्रिपुरा में लगातार बाहरी लोगों के आने से कुछ समस्याएं तो पैदा हुई है, लेकिन इसके चलते यह राज्य बहुधार्मिक समाज का उदाहरण भी बना है. അപ്പോൾ ത്രിപുരയിൽ നിരന്തരമായി വെളിയിൽ നിന്നും ആൾക്കാർ വരുന്നത് കൊണ്ട് കുറച്ച് സമസ്യയായ കുറച്ച് പ്രോബ്ലംസ് തോ പൈദാ ഹുയി ഹെ, പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ലേക്കിൻ പക്ഷേ ഇസ്കെ ചലത്തെ
ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യം ബഹുധാർമ്മിക് സമാജ് കാ ഉദാഹരൺ ബി ബനാ ഹെ. ബഹുധാർമ്മിക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ധർമ്മങ്ങളുള്ള ഒരു സ്റ്റേറ്റിനൊരു ഉദാഹരണമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നത് കൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് മതങ്ങളെല്ലാം ഒന്നിച്ച് താമസിക്കുന്ന, മതങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്റ്റേറ്റിന് ഉദാഹരണമായി മാറാൻ എന്തിനു കഴിഞ്ഞു? അഗർത്തലയ്ക്ക് കഴിഞ്ഞു എന്നാണ് ലേഖകൻ പറയുന്നത്. त्रिपुरा में 19 अनुसूचित जनजातियों और विश्व के चारों बड़े धर्मों का प्रतिनिधित्व मौजूद है. അദ്ദേഹം പറയുന്നത് ത്രിപുരയിൽ 19 അനുസൂചിത് ജനജാതിയോ 19 അനുസൂചിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂൾ കാസ്റ്റ്, 19 ഷെഡ്യൂൾ കാസ്റ്റ്, അതായത് താഴ്ന്ന ജാതിക്കാർ. അതുപോലെ തന്നെ എന്താണ്? ലോകത്തിലെ 4 വലിയ ധർമ്മങ്ങളുടെ പ്രതിനിധികളും ഇതിൽ പെടുന്നു. അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ 4 പ്രമുഖ ധർമ്മങ്ങൾ വിശ്വസിക്കുന്ന ആളുകളും അതുപോലെ തന്നെ 19 ഷെഡ്യൂൾ കാസ്റ്റ് താഴ്ന്ന ജാതിക്കാരും അവിടെ ഉണ്ടായിരുന്നു. अगरतला के बाहरी हिस्से पैचारदल में मैंने एक सुंदर बौद्ध मंदिर देखा. അപ്പോൾ അഗർത്തലയിലെ ബാഹരി ഹിസ്സേ അഗർത്തലയിലെ പുറത്ത് നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ ബുദ്ധധർമ്മം, അഗർത്തലയിലെ വെളിയിൽ ഏത് സ്ഥലം? പൈച്ചാർദൽ അഗർത്തലയിൽ നിന്നും കുറച്ച് പുറത്തേക്ക് മാറി പൈച്ചാർദൽമേ അദ്ദേഹം മേനേക്ക് സുന്ദർ ഒരു ഭംഗിയുള്ള ബൗദ്ധ മന്ദിർ ബുദ്ധൻ്റെ ഒരു അമ്പലം കണ്ടു, ക്ഷേത്രം കണ്ടു. പൂछने पर मुझे बताया गया ही. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താ അറിയാൻ പറ്റിയത്? ത്രിപുര के 19 कबीलों में से 2 यानी चकमा और मुग महायानी बौद्ध है. അപ്പോൾ ചോദിച്ചപ്പോൾ 19 കബീൽ എന്ന് പറഞ്ഞാൽ ട്രൈബ്സിനെയാണ്, ഓരോരോ കുലങ്ങളെയാണ് പറയുന്നത്, ട്രൈബ്സ്. അപ്പോൾ ത്രിപുരയിൽ 19 ട്രൈബ്സ് ഉണ്ടായിരുന്നതിൽ അതിൽ 2 എണ്ണമാണ് എന്ത്? അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക പേര്, ചക്മ और मुग महायानी बौद्ध. ये कबीले त्रिपुरा में बर्मा या മ്യാൻമാർ സെ ചട്ഗാവ് കെ രാസ്തേ ആയത്. അപ്പോൾ ഈ കബീലകളെല്ലാം എവിടെ നിന്നാണ് വന്നത്? ബർമ്മയിലും മ്യാൻമാറിൽ നിന്നും ചട്ഗാവ് വഴിയാണ് ഇവരെല്ലാം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ആ വഴി ചട്ഗാവ് കെ രാസ്തേ ആയത്, ആ വഴി ചട്ഗാവ് എന്നുള്ള ആ വഴിയിലൂടെയാണ് ഈ ട്രൈബ്സ് എല്ലാം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. दरअसल इस मंदिर की मुख्य बुद्ध प्रतिमा भी 1930 के दशक में रेंगून से लाई गई थी. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിമ 1930 രംഗൂണിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. 1930. अगरतला में शूटिंग के बाद हमने राष्ट्रीय राजमार्ग 44 പക്കട. അഗർത്തലയിലെ ഷൂട്ടിങ്ങിന് ശേഷം ഞങ്ങൾ രാഷ്ട്രീയ മാർഗ് NH44 ഹൈവേ, നാഷണൽ ഹൈവേ NH44 പോവുകയും അവർ ടിലിയാമുര കസ്ബേമേ പൗഞ്ച. ടിലിയാമുര കസ്ബെ ഒരു ടൗണിൻ്റെ പേരാണ്, ആ ടൗണിലെത്തി. ജോ ദരാസൽ കുച്ച് ജ്യാദ ബഡാ ഹോ ഗയാ ഗാവ് ഹി ഹേ. അതൊരു ഗ്രാമമാണെങ്കിൽ പോലും കുറച്ച് വലുതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. യഹാ മേരി മുലാഖാത്ത് ഹേമന്ത് കുമാർ ജമാത്തിയ സെ ഹുയി. അവിടെ അദ്ദേഹം ഹേമന്ത് മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, കണ്ടുമുട്ടുക. ആരായിട്ട് കണ്ടുമുട്ടി? ഹേമന്ത് കുമാർ ജമാത്തിയ സെ ഹുയി ജോ യഹാ കെ ഏക് പ്രസിദ്ധ ലോകഗായ ഹെ. അദ്ദേഹം അവിടുത്തെ ഒരു പ്രസിദ്ധനായ ഗായകനായിരുന്നു എന്നാണ് പറയുന്നത്. ഹേമന്ത് കുമാർ ജമാത്തിയ.
और जो 1996 में സംഗീത നാടക അക്കാദമി द्वारा പുരസ്കൃത് भी हो चुके थे. 1996 അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമി പുരസ്കാരവും കിട്ടിയിരുന്നു. हेमंत कोकोबारो बोली में गाते हैं जो त्रिपुरा की कबीलाई बोलियों में से है. അപ്പോൾ അദ്ദേഹം ഹേമന്ത് കോക്കോബോറക് ബോലി എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഭാഷയാണ് അവിടെയുള്ളത്. അദ്ദേഹം അതുപോലെ തന്നെ ത്രിപുരയിലെ കബിലായി ആ ഒരു ട്രൈബിൽപ്പെട്ട ഒരു വ്യക്തിയുമായിരുന്നു. जवानी के दिनों में वे പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ के കാര്യകർത്ത थे. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. ലേക്കിൻ ജബ് ഉൻസെ മേരി മുലാഖാത്ത് ഹുയി, പക്ഷെ എപ്പോഴാണോ ലേഖകന് അദ്ദേഹത്തെ ആയിട്ട് മീറ്റ് ചെയ്തത്, അതായത് ലേഖകൻ എപ്പോഴാണോ ഈ ജമാത്തിയനെ കണ്ടത്, തവ്വേ ഹത്തിയാർ ബന്ദ് സംഘർഷിക്ക, അപ്പോഴേക്കും അദ്ദേഹം ഹത്തിയാർ ബന്ദ് സംഘർഷം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ വെപ്പൺസ് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ചോട്ട് ചുക്കിയത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അവർ ചുനാവ് ലഡ്നേക്കെ ബാദ്, ചുനാവ് എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ പങ്കെടുത്ത് അവിടുന്ന് ജയിച്ചതിന് ശേഷം ജില്ലാ പരിഷത്ക്ക് സദസ്യ ബൻകേയത്, ജില്ലാ പരിഷത്തിൻ്റെ ഒരു മെമ്പറായി മാറിയിരുന്നു ഇലക്ഷനിൽ. ജില്ലാ പരിഷത്തിനെ ഹമാരി ഷൂട്ടിംഗ് യൂണിറ്റ് के लिए एक भोज का आयोजन किया. അപ്പോൾ ജില്ലാ പരിഷത്ത് ഞങ്ങളുടെ ഷൂട്ടിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ട് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. एक सीधा साधा खाना था जिसे सम्मान और लगाव के साथ പരോസാ गया था. പരോസ എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്യുക, ഒരു സിമ്പിൾ നോർമൽ ഫുഡ്, അത് വളരെയധികം റെസ്പെക്റ്റോടു കൂടിയും ബഹുമാനത്തോടും കൂടിയും അവർ സെർവ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. भारत की मुख्य धारा में आई मूजोर और दिखावेबाज संस्कृति ने अभी त्रिपुरा के जनजीवन को नष्ट नहीं किया है. അദ്ദേഹം മൂജോർ എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കുക, ദിക്കാവേ ബാജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോ കാണിക്കുക, നടിക്കുക, അഭിനയിക്കുക എന്നൊക്കെ പറയില്ലേ. മുഖ്യധാര എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം, എന്താണ് അതിൻ്റെ ഉദ്ദേശം, മുഖ്യധാര. അപ്പോൾ അദ്ദേഹം ഭാരതയ്ക്ക് മുഖ്യധാരാമേ ആയി മൂജോർ അവർ, ഭാരതത്തിൽ മുഖ്യധാരയിൽ വരുന്ന ഈ രണ്ട് ഗുണങ്ങൾ, എന്ത്, മൂജോറും അതുപോലെ ദിക്കാവ, അതായത് അധികം സംസാരിക്കുകയും അത് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ വരുന്ന മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അധികം സംസാരിക്കുക, കുറച്ച് ഷോ കാണിക്കുക, ഇതെല്ലാം ഭാരതത്തിൻ്റെതായ ഒരു സംസ്കാരമാണ്. അവർ ദിക്കാവേ ബാജ്, കുറച്ച് എന്താ പറയുക, കുറച്ച് ആർഭാടം കാണിക്കുക, ഷോ കാണിക്കുക എന്ന് പറയും. സംസ്കൃതിനെ അഭി ത്രിപുരയ്ക്ക് ജനജീവൻക്കോ നഷ്ട നയിക്കുക. പക്ഷെ ത്രിപുരയിൽ അവരുടെ സംസ്കാരം കുറച്ച് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ത്രിപുരയിലെ ജനങ്ങളുടെ ജീവിതശൈലി ഇപ്പോഴും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ ഈ സംസ്കാരം ത്രിപുരയിലെ ജനങ്ങളുടെ ജീവിതശൈലിയെ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. ഭോജ് കെ ബാദ് മേനെ ഹേമന്ത് കുമാർ, അത് അദ്ദേഹം പറയാനുള്ള റീസൺ എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്ന്. भोज के बाद मैंने हेमंत कुमार जमातिया से एक गीत सुनाने का अनुरोध किया और उन्होंने अपनी धरती पर बहती शक्तिशाली नदियों, ताजगी भरी हवाओं और शांति का एक गीत गाया. ഭോജ് കെ ബാദ്, ഭക്ഷണത്തിന് ശേഷം മേനെ എന്ന് പറഞ്ഞാൽ റൈറ്റർ എന്ത് പറഞ്ഞു, ഹേമന്ത് കുമാറിനോട് ഏക ഗീത് സുനാനേക്ക, ഒരു പാട്ട് കേൾപ്പിക്കാനായിട്ട് അനുരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആവശ്യപ്പെട്ടു.
അദ്ദേഹം എന്ത് ചെയ്തു? ഉन्होंने अपनी धरती पर बहती शक्तिशाली, അദ്ദേഹം തൻ്റെ ഭൂമിയിൽ ഒഴുകുന്ന ശക്തിശാലിയായ നദികളെക്കുറിച്ചും താസകി ബരി ഹവാവും, നല്ല തണുത്തതും ശുദ്ധമായ കാറ്റുകളെക്കുറിച്ചും അവർ ശാന്തിക ഏക ഗീതകായ, അങ്ങനെയുള്ളൊരു സമാധാനപൂർണമായ ഒരു പാട്ട് പാടി എന്നാണ് പറയുന്നത്. ത്രിപുരാമേ സംഗീതിക്ക് ജഡേം കാഫി ഗഹരി പ്രതീത് ഹോത്തി ഹെ. സംഗീതിക്ക് ജഡയം എന്ന് പറഞ്ഞാൽ എന്താണ്? വേര്. സംഗീതത്തിൻ്റെ ത്രിപുരയിൽ സംഗീതത്തിൻ്റെ വേര് വളരെയധികം എന്താണ്? ആഴമേറിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജഡ എന്ന് പറഞ്ഞാൽ വേരിനെയാണ് പറയുന്നത്. गौरतल तलब है कि बॉलीवुड के सबसे मौलिक संगीतकारों में एक एस.डी. बर्मन त्रिपुरा से ही आए थे. ഗൗർത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ബോളിവുഡിലെ പ്രസിദ്ധ സംഗീതകാരനായ എസ്.ടി. ബർമൻ ത്രിപുരയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ദരാസൽ വേ ത്രിപുര കെ രാജപരിവാർ കെ ഉത്തരാധികാരിയോ മേ സേ ദേ. അദ്ദേഹം ത്രിപുരയിലെ റോയൽ ഫാമിലിയിലെ ഒരു ഉത്തരാധികാരിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. टिलियामुरा शहर के वार्ड नंबर 3 में मेरी मुलाकात एक और गायक मंजू ऋषिदास से हुई. അപ്പോൾ ടിലിയാമുരയിൽ ആ പട്ടണത്തിൽ വാർഡ് നമ്പർ 3 മേരി മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ റൈറ്റർ ഒരു രണ്ടാമത്തെ വ്യക്തിനെ കണ്ടുമുട്ടി. എന്താണ്? മഞ്ജു ഋഷിദാസ് എന്ന് പറഞ്ഞ ഒരു ലേഡീനെ. ഋഷിദാസ് മോച്ചിയോങ്കി ഏക് സമുദായിക നാം ഹെ. അപ്പോൾ ഋഷിദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോച്ചിയം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മോച്ചി എന്ന് പറയുന്നത്. ആ വംശം. അപ്പം ചെരുപ്പ് ഉണ്ടാക്കുന്നവരെന്ന് പറയുന്നത് കുറച്ച് താഴെ ജാതിക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ലേക്കിൻ ജൂത്തെ ബനാനെ के अलावा इस समुदाय के कुछ लोगों की विशेषज्ञता थाप वाले वाद्यों जैसे तबला और ढोल के निर्माण और उनकी मरम्मत के काम में भी है. അതായത് ജൂത്തെ ബനാനയ്ക്ക് അലാവ എന്ന് പറഞ്ഞാൽ ചെരുപ്പുണ്ടാക്കുന്നത് കൂടാതെ ഈ സമുദായത്തിൽപ്പെട്ട, അതായത് ഈ മോച്ചി സമുദായത്തിൽപ്പെട്ട കുറച്ച് ലോക്, അതായത് വേറെ കുറച്ച് ആൾക്കാർ അവരുടെ അവർക്കൊരു വിശേഷത, അതായത് അവർ പ്രത്യേകിച്ചും എന്താണ്? താപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊട്ടുക എന്നർത്ഥം. തപ്പൊന്ന് താപ്പ് വാലെ വാദ്യവും ജയ്സ തബല और ഡോൽ കെ നിർമ്മാൺ. തോലുകൊണ്ടുണ്ടാക്കുന്ന തബലയ്ക്ക് ഇങ്ങനെ ഒരു തരം തോലുകൊണ്ടുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വാദ്യ ഉപകരണങ്ങളും അതുപോലെ തന്നെ എന്താണ്? എനിക്ക് മർമ്മത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിപ്പയറിങ് ആണ് പറയുന്നത്. നന്നാക്കുന്ന പണികളും ചെയ്തിരുന്നു എന്ന്. മഞ്ജു ഋഷിദാസ് ആകർഷക് മഹിളാതി. മഞ്ജു ഋഷിദാസ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മഹിളയായിരുന്നു. അവർ റേഡിയോ കലാകാർ ഹോനേക്ക് അലാവ, അവർ ഒരു റേഡിയോയിൽ കലാകാർ ഹോനേക്ക് അലാവ, അതുകൂടാതെ നഗർ പഞ്ചായത്ത് മേ അപ്പനെ വാർഡ് കാ പ്രതിനിധിത്വ ബി കർത്തി തി. അവരുടെ നഗരത്തിലെ പഞ്ചായത്തിൽ എന്താണ്? ജനങ്ങളെ പ്രതിനിധീകരിച്ച്, അതായത് അവർ ആ പഞ്ചായത്തിലെ മെമ്പറായിരുന്നു എന്ന്, ജനങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടൊരു വ്യക്തിയും കൂടി ആയിരുന്നു. ലേക്കിൻ വേ നിരക്ഷരതി. അവർക്ക് നിരക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല, പഠിപ്പുണ്ടായിരുന്നില്ല. ലേക്കിൻ അപ്പനെ വാർഡ് की सबसे बड़ी आवश्यकता यानी स्वच्छ पेयजल के बारे में उन्हें पूरी जानकारी दी. എന്നിരുന്നാൽ പോലും തൻ്റെ വാർഡിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്വച്ഛ പേയജൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധ കുടിവെള്ളം, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നന്നായി അറിവുള്ളൊരു വ്യക്തിയായിരുന്നു. नगर पंचायत को वे अपने वार्ड में नल का पानी पहुंचाने और इसकी मुख्य गलियों में ईंटें बिछाने के लिए राज़ी कर चुकी थी. നഗർ പഞ്ചായത്തിൽ ആ വാർഡിൽ നൽകാ പാനി വെള്ളം കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇസ്കി മുഖ്യ ഗലിയോമേ ആ വാർഡിലുള്ള മുഖ്യ ഗലി എന്ന് പറഞ്ഞാൽ റോഡുകളിലെല്ലാം ഈട്ടയും ബിജാനെ, ഈട്ടയെന്ന് പറഞ്ഞാൽ ബ്രിക്സുകളെല്ലാം പൈപ്പ് ലൈൻ, നാൾ എന്ന് പറഞ്ഞാൽ നൽകാപ്പാനി എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ റെഡിയാക്കുക, പൈപ്പ് ലൈൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ഇഷ്ടികളും കാര്യങ്ങളും അതൊക്കെ കൊണ്ടുവരാനുള്ള അനുവാദങ്ങളൊക്കെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു.
हमारे लिए उन्होंने 2 गीत गाए और इसमें उनके पति ने शामिल होने की कोशिश की. ഞങ്ങൾക്ക് വേണ്ടി അവർ 2 പാട്ട് പാടി. അതിൽ അവരുടെ ഭർത്താവും പതിനെ ഷാമിൽ എന്ന് പറഞ്ഞാൽ അവരും അയാളും പങ്കെടുക്കാനായിട്ട് ശ്രമിച്ചു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മേ ഉസ് സമയം ഉൻകെ ഗാനയ്ക്ക് ഷൂട്ടിംഗ് ബി കർ രഹാ താ. അത് കാരണം എന്താണ്, ഇവർ പാടുന്ന ഋഷിദാസ് പാടുന്ന പാട്ട് ലേഖകൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഗാനയ്ക്ക് പദവേ തുരന്തയ്ക്ക് ഗൃഹിണിക്ക് ഭൂമിക മേ ബി ആകെ. പാട്ട് പാടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ, തുരന്തം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഗൃഹിണി, ഒരു ഗൃഹിണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വീട്ടുകാരി, ഒരു വീട്ടിലെ ഒരു വീട്ടുകാരി എങ്ങനെയാണ്, ഒരു ഹൗസ് മെയ്ഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു, ബഗേർ കിസി ഹിജക്കെ ഹമാരെ ലിയെ ചായ ബനാക്കർ ലേ ആയി. ഒരു സങ്കോചം കൂടാതെ ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്ന് തന്നു. मैं इस बात को लेकर आश्वस्त हूँ कि किसी उत्तर भारतीय गाँव में ऐसा होना संभव नहीं है. അതായത് ലേഖകന് ഇത് കണ്ടപ്പോൾ വളരെ ആശ്വാസം തോന്നി. എങ്ങനെയെന്നാണ്, കിസി ഉത്തർ ഭാരതീയ, അതായത് അവർ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് പറയുന്നത്, മോച്ച് ജാതിയിൽപ്പെട്ടത്, വളരെ താഴ്ന്ന ജാതിക്കാരാണ്. അപ്പോൾ അവർ വന്ന് ഇവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുക, അവർ കുടിക്കുക, അങ്ങനെ തൊട്ടുകൂടായ്മയൊന്നും ഇല്ലാണ്ട് അത് അവരങ്ങനെ ചെയ്തതിലാണ് ലേഖകൻ അങ്ങനെ പറയാൻ കാര്യം. നോർത്ത് ഇന്ത്യൻ വില്ലേജിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർ വന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവരൊക്കെ കുടിക്കുന്നെന്ന് പറഞ്ഞത് അത് വളരെ ഒരു വലിയ സംഭവമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. किसी उत्तर भारतीय गांव में ऐसा होना संभव नहीं है क्योंकि स्वच्छता के नाम पर एक ഇതിൻ്റെ സെക്കൻഡ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. ഓക്കെ.